ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളേജ് സ്റ്റുഡൻസിന് അതേപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർക്കും കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു വിഷു മേക്കപ്പ് ലുക്കാണ്. വിഷുവിന് മാത്രമല്ല നമുക്ക് ഓണത്തിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് സാരി മേക്കപ്പ് ലുക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സാരി എൻ്റെ അമ്മയുടെ സാരിയാണ്, ഒരു നോർമലായിട്ടുള്ളൊരു കസവ് സാരിയാണ്. അതിൽ കൂടി ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ഒരു റെഡ് കളർ ബ്ലൗസാണ് മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത്, ലാക്മേയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്. അതിനുശേഷം ലിപ് ബാം അപ്ലൈ ചെയ്ത് ഇപ്പോൾ നമ്മൾ മാർസിൻ്റെ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, അതേപോലെ തന്നെ നമ്മളെ മേക്കപ്പ് നന്നായിട്ട് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. ഓയിൽനെസ്സൊക്കെ കുറയും, അതേപോലെ തന്നെ ഈ പാഷി ആയിട്ടിരിക്കുന്നതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഇത് ഫിറ്റ്മിയുടെ റേഞ്ചിൽ വരുന്ന മേബിലിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ BB ക്രീം, CC ക്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കറക്റ്റർ അങ്ങനത്തെ കൺസീലർ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്കിത് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വളരെ ഈസി ആയിട്ടുള്ളതായതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇവിടെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ, സ്കൂൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ലതായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ സ്കിന്നിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം മുഖത്തൊക്കെ ഇരിക്കുന്നതെല്ലാം നമ്മൾ നന്നായിട്ട് മുഖത്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലതായിട്ട് അബ്സോർബ് ആവും. അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സാധാ ടാൽക്കം പൗഡർ, നമ്മുടെ പോൺസിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സെറ്റിംഗ് പൗഡറോ അതേപോലെ കോമ്പാക്ട് പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, വെറും ടാൽക്കം പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഫേസിൽ ഇങ്ങനെ ഇതേപോലെ അപ്ലൈ ചെയ്യാം, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കയ്യിൽ മിനിമൽ പ്രോഡക്റ്റ്സ്, അപ്പോൾ കുട്ടികളുടെ കയ്യിലൊന്ന് കോളേജിൽ പോകുന്ന കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നവരെല്ലാം ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്തവരാണ്, ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യാത്തവർക്കാണെങ്കിലും ഇത് നല്ലൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യണുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐ ഷാഡോ ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷ് അല്ലെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ അതേപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ചുകൂടി ഒരു കളർ കിട്ടാൻ വേണ്ടി, പോപ്പപ്പ് ആവാൻ വേണ്ടി ഒരു റെഡ് കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ള ഇതേപോലെ വിഷു അല്ലെങ്കിൽ ട്രഡീഷണൽ ലുക്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ പാലിട്ട് കണ്ണെഴുതുന്നത് നല്ല ഭംഗിയാണ്. ഞാൻ ഇപ്പോൾ ഐലൈനർ മാത്രമല്ല ഒരു ജെല്ല് കൂടി ഉപയോഗിക്കുന്നുണ്ട്. മാർസിൻ്റെ ഒരു ജെൽ ഐലൈനർ, അല്ലാതെ നോർമലി ഉള്ളൊരു ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിനകത്തും ഇതേപോലെ പുറത്തുമൊക്കെ നല്ലതുപോലെ വാലിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അതിനുശേഷം ഞാൻ അതേ സംഭവം വെച്ചിട്ട് തന്നെ മാർസിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ ഐബ്രോസും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലിപ്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു ലിപ്പ് ലൈനർ വെച്ച് ലൈൻ ചെയ്തതിന് ശേഷമാണ് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ലൈനർ ഇല്ലെങ്കിൽ വെറുതെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഹെയർ ഞാനാണെങ്കിൽ നോർമലി നമ്മൾ ചെയ്യണ പോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഹെയർ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചാനലിൽ ഓൾറെഡി ആ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം. അപ്പം ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കുപ്പിയോളയും അതുപോലെ തന്നെ ഒരു ജുംക്കയാണ് ഇട്ട് കൊടുക്കുന്നത്, റെഡ് ബീഡ്സ് വരുന്നത്. അപ്പോൾ ട്രഡീഷണൽ ലുക്കിന് എപ്പോഴും ജുംക്കയാണല്ലോ കൂടുതൽ ഭംഗി. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഒരു വലിയ പൊട്ട് വെച്ച് നോക്കി, അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിന് ശേഷം ഞാൻ പിന്നീട് വേറെ പൊട്ട് മാറ്റി തൊടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് മാല ഇട്ട് കൊടുക്കാം. ഞാനൊരു നെക്ലസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് ഏകദേശം നമ്മളെ ലുക്ക്. ഞാനിപ്പോൾ പൊട്ടൊക്കെ മാറ്റി കുത്തിയിട്ടുണ്ട്. നമുക്കൊരു ചന്ദനക്കുറി കൂടി തൊട്ട് കൊടുക്കാം. അപ്പം നമ്മളെ ലുക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.